ഹല്ലേലൂയ. എന്തുകൊണ്ടും താമസിക്കുവാനും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. ഈ ദേശത്ത് ഒരു ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിശുമാരൊക്കെ അടുത്ത് വിളിച്ചിട്ട് ശിശുമാരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. മാനസാന്തരത്തിന് സുവിശേഷം നമ്മൾ പലപ്പോഴും ഇന്ന് കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് പലപ്പോഴും രോഗശാന്തി ശുശ്രൂഷകൾ, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ശുശ്രൂഷകൾ, രോഗങ്ങൾ സുഖപ്പെടുക, ജോലി ലഭിക്കുക, ഇങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ഇന്ന് അധികവും നടക്കുന്നത്. ഒരു 1980 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു മാനസാന്തരത്തിൻ്റെ ആ ശുശ്രൂഷ പ്രസംഗങ്ങൾ ഇന്ന് ശരിക്കും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് സാത്താൻ നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ദേവാലയങ്ങളെയും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് ഈശോയുടെ സുവിശേഷം ഈ അരുണാചലിലേക്ക് എത്തിക്കുവാൻ, അരുണാചലിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഇവിടെ ജാക്കറ്റൊന്നും ഇടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാൽ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കും. ഇവിടെ വളരെ ദൂരത്താണ് ഓരോ ഭവനങ്ങളും ഉള്ളത്. പാളയത്തിൽ വരുന്ന ഓരോ വ്യക്തികളുടെയും ഭവനങ്ങളിലേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം നടന്നിട്ടൊക്കെ പോകണം. അപ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ പല കാഴ്ചകളും കാണാം. കർത്താവ് സൃഷ്ടിച്ച ഈ ഭൂമി എത്ര സുന്ദരമാണ്. ഭൂമിയെ സൃഷ്ടിച്ചിട്ട് പറയുന്നുണ്ട് എത്ര മനോഹരമായിരിക്കുന്നു. പക്ഷേ ദൈവം പറയുന്ന ഒരേ ഒരു കാര്യം, മനോഹരമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. കാരണം ഇന്ന് പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. അന്നും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സാത്താൻ്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് സാത്താൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് മരണങ്ങൾ കടന്നു വന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിരുന്നു. ഇന്നത്തെ കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം പറയേണ്ട നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുന്നു. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇന്ന് ദേവാലയങ്ങളൊക്കെ കെട്ടിപ്പൊക്കുവാനും വീണ്ടും വീണ്ടും പൊളിച്ചിട്ട് പണിയുവാനും ഒക്കെ എത്രയോ തത്രപ്പാടാണ്. എന്നാൽ സുവിശേഷം കൊടുക്കുവാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ തയ്യാറാവുന്ന കുറേ വ്യക്തികളുണ്ട്. പക്ഷേ അവർക്കൊന്നും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവരെ സഹായിക്കുവാൻ പലരും മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാൽ പോലും സുവിശേഷമായിട്ട് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അയച്ചത് കാണണം. ഈശോ അയച്ചത് കാരണം തന്നെ കർത്താവ് തന്നെ വഴി നടത്തുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ദേശത്തുകൂടിയൊക്കെ നടക്കുമ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, ഈശോയുടെ സ്നേഹം കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എൻ്റെ രൂപതയിൽ, എൻ്റെ ഇടവകയിലൊക്കെ അനേകം വ്യക്തികളുണ്ട് എന്നെക്കാളും വിവരമുള്ളവർ. എനിക്ക് വലിയ കാര്യമൊന്നും അറിയത്തില്ല. എന്നാൽ എന്നെക്കാളും വിവരമുള്ളവർ, ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ, സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പൊട്ടനും കഴുതയുമായിട്ടുള്ള എന്നെ പോലെയുള്ളവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു പരിപാടി അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും സ്വർഗരാജ്യത്തെക്കുറിച്ച് മറച്ചു വെച്ചുകൊണ്ട് മുക്കുവന്മാരെയല്ലേ ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത്. കാരണം അവരാണ് ഈ ശുശ്രൂഷയൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. കാരണം ഈശോയ്ക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയാം. നമ്മുടെ ഹൃദയത്തിലേക്കല്ല ഈശോ നോക്കുന്നത്. ഈശോ നമ്മുടെ പുറകുമേലുള്ള കാര്യങ്ങളും നോക്കുന്നു. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നുവോ, എന്തൊരു കാണുമ്പോൾ നല്ല രസമുണ്ടാവും. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് അറിയാവുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈശോ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളെയാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെപ്പോലെ ആകാൻ ഈശോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ നമ്മളായി മാറണം. ആ ഒരു കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, വാശി പിടിക്കുന്നു, കരയുന്നു, കാണുന്നതെല്ലാം പുതുമയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൻ്റെ കൈ പിടിച്ച്, അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ആ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആകാൻ ഈശോ പറയുന്നത്. അങ്ങനെ സ്വയം ചെറുതാവുന്നവരെയാണ് ഈശോ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുക്കുവന്മാരെ, ആർക്കും വേണ്ടാത്തവരെ, ചുങ്കക്കാരെ ഒക്കെ ഈശോ തിരഞ്ഞെടുത്തത് തൻ്റെ ശുശ്രൂഷകരാവാൻ വേണ്ടി. അവർ ലോകത്തിൻ്റെ കണ്ണിൽ ചിലപ്പോൾ അവരൊന്നും നേടിയിട്ടുണ്ടാവില്ല. ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെ കണ്ട് എന്തിനുള്ള, ഇവർ ഈ തച്ചൻ്റെ മോനല്ലേ, ഇവന് എന്തിനു കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അത് ലോകത്തിൻ്റെ കണ്ണിലാണ്. എന്നാൽ ഈശോയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ വിലപ്പെട്ടതാണ്. സ്വർഗരാജ്യത്തിൽ ഒത്തിരി വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഓരോ ശുശ്രൂഷകരും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട്
വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മൾ ആ യേശുവിലുള്ള വിശ്വസ്തയോടുകൂടി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഈശോ നമ്മളെ കടാക്ഷിക്കുന്നത്. അങ്ങനെ ആ കടാക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ മിഷൻ ഗ്രാമങ്ങളിലേക്കൊക്കെ വരാൻ സാധിക്കുന്നത് തന്നെ. നമുക്ക് ഒരു മിഷൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് ഓരോ മിഷനറി ഇന്ന് ഒരുപാട് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള മേഖലയാണ് നമുക്ക്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ബൈബിള് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശോയെ രക്ഷകൻ നാഥനായിട്ട് സ്വീകരിച്ചതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ സഹായിക്കാനൊക്കെ നമുക്കൊന്ന് തയ്യാറാവാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. जय जीशु किधर जा रहा है? खेती हाँ, घर किधर है? घर घर हाँ, आपका घर किधर है? घर हाँ, नीचे अब वो कब्र जो कब्र चकला हाँ, उधर है चक बरी हाँ, चक बरी और बिसी तरह यार कुलिया से ना ए बले हाँ, कब्र वाई जा वो ऊपर है ना आप अभी घर लब तो बरी लब तो सब ले हाँ, यार कपा से न करो हाँ, कपा अगु वाले जो पाई यार बोलो हाँ 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 लास्ट है उस तरफ है ना नीचे है ना लास्ट ओहो काया तरह आएगा सब तो लास्ट वजूद तरह हाँ वजूद तरह बच्चा है क्या? बच्चा पूरा है, पूरा का बच्चा है। बेटा एक ही है ना? बेटा नहीं एक तो एक मर गया, मरा वाला का भी हाँ हाँ देसी बच्चा है। हाँ बच्चा हम लोग को ये खाने वाला मीट बहुत अच्छा है। अच्छा है ना? अच्छा है क्या? सब्जी और आपको दारू का दूध क्या खाना खिलाने वाला मीट इतना अच्छा नहीं। ये खाने वाला बकरी भी बहुत तेल अच्छा तेल होगा। ये सुगर भी हाँ बहुत खाता है। है ना? आदमी ऐसे खाने पे कुछ ये नहीं है। आप लोग होता है क्या? क्या आदमी खाने के लिए पानी भी छक मार के इसे अच्छा है। ये उसको पूरा पानी में दीजिए, पानी के साथ में आटा जैसे चकनी में जाएगा, पानी को फिर जगह आटा अलग देते हैं चकनी जैसे ये मैदा जैसे होता है। ओहो मैदा जैसे होता है ना? इसी खिलाने के लिए बकरी ये का सुगर दाना ऐसे खिलाता है। सुकर भी खाता है, बीजाक्र भी किया मिलाक्र भी खाता है। इतना लंबा है हम लोग का इतना लंबा वाला भी होता है। आज हमको प्रार्थना करेगा पुण्यम मरियम अतर जानबोन वल्लदा प्रभु दर्दन लोग दर दिवे नते उदर कदावन हाचन निजी सूपा दरबो मरियम ईश्वर के आने नलगर सूर्य अंदर मुंडु सिजा के लोग नलगर से का दिया तकवा मैं आप दो होगो दर्द जिलन में दर का सिजा के लोग को गुजरात में जीवन